വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടുത്തെ സ്തുതിച്ച് ആ സന്തോഷം സ്വീകരിക്കുവാൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 അധ്യായം 24 വാക്യം കർത്താവ് നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ അവിടുന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. പൗലോസ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 4 തിരുവചനത്തിൽ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ മാത്രമാണ് ശാശ്വതമായ സന്തോഷം. അവിടുത്തെ സ്തുതിക്കുമ്പോൾ ആ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഈശോയുടെ സന്തോഷം ഈ സ്തുതി ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ. ദൈവജനം തങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും കർത്താവിനെ സ്തുതിച്ചു. നമുക്കും ഈ നിമിഷങ്ങളിൽ കർത്താവിനെ സ്തുതിക്കാം. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ചെങ്കടൽ വിഭജിച്ച് കർത്താവ് രക്ഷിച്ചപ്പോൾ മോശയും ഇസ്രായേൽ ജനവും സന്തോഷത്തോടെ അവിടുത്തെ സ്തുതിച്ച് കീർത്തനം പാടി. നീണ്ട ദീർഘനാളത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ഹന്നായിക്ക് സാമുവേലിനെ കിട്ടിയപ്പോൾ അവളും കീർത്തനം പാടി കർത്താവിനെ ആരാധിച്ചു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയും സക്രിയായും എല്ലാം കർത്താവിനെ സ്തുതിക്കുന്നത് നാം കാണുന്നുണ്ട്. നമ്മുടെ സന്തോഷങ്ങളിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇതുവരെ നമുക്ക് ദൈവം നൽകിയ സ്തുതികൾ നന്ദി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവയ്ക്കെല്ലാം ഈ നിമിഷം നമുക്ക് നന്ദി പറയാം. ദുഃഖത്തിന്റെ നിമിഷത്തിലും മരണത്തിന്റെ നിഴൽവീണ താഴ്വരകളിലും ദൈവജനം കർത്താവിനെ സ്തുതിക്കുകയാണ് ചെയ്തത്. അപ്പസ്തോല പ്രവർത്തനം 16 അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കർത്താവിനെ സ്തുതിച്ചു. അവിടുത്തെ സ്തുതിച്ചപ്പോൾ ഭൂകമ്പം പോലെ ഒരു സ്വരമുണ്ടായി. വാതിലുകളെല്ലാം തുറക്കപ്പെട്ടു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ നിമിഷം ആ ദൈവിക സാന്നിധ്യത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ കണ്ണുകളെല്ലാം ഒന്നടയ്ക്കാം. കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിലും ധാരാളമുണ്ട്. നാം അവിടുത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാവുകയും നമ്മിലെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു വീഴുകയും ചെയ്യുന്നു. എത്രമാത്രം തകർന്ന അവസ്ഥയിലാണെങ്കിലും അവിടുത്തെ സ്തുതിക്കുമ്പോൾ നാം സൗഖ്യമുള്ളവരായി തീരുന്നു. എന്തെല്ലാം ബന്ധനങ്ങൾ, തടസ്സങ്ങൾ നമ്മിലുണ്ടെങ്കിലും ഈ നിമിഷം കർത്താവിനെ സ്തുതിക്കുമ്പോൾ നാം സൗഖ്യമുള്ളവരാകുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും, എല്ലാ വേദനകളും, എല്ലാ നൊമ്പരങ്ങളും കർത്താവിലേക്ക് നമുക്ക് ഉയർത്താം. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഈ നിമിഷം കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഈ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞ്, രോഗങ്ങളെല്ലാം മാറി, ക്ഷീണമെല്ലാം മാറി നാം സൗഖ്യമുള്ളവരാകുന്നു. സന്തോഷത്താൽ നിറയുന്നു, അവിടുത്തെ ആനന്ദത്താൽ നിറയുന്നു. ആ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, ആരാധന. യേശുവേ നന്ദി, ആരാധന, 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 ആരാധന. ഈശോയേ ആരാധന, ഹല്ലേലൂയ. ഈശോയെ അങ്ങയുടെ സന്തോഷത്താൽ ഈ നിമിഷം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ പാടി ആരാധിക്കാൻ പോകുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിന്റെ സന്തോഷം ഈശോയെ നീ നിറയ്ക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടുത്തെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് നമുക്ക് അവിടുത്തെ വാഴ്ത്താം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 95 അധ്യായം 1-2 തിരുവചനം നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാം. നമ്മുടെ ശിലയായ കർത്താവിനെ പാടി സ്തുതിക്കാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാമെന്ന്. ആനന്ദത്തോടെ ഈ നിമിഷം നമുക്ക് അവിടുത്തെ പാടി സ്തുതിക്കാം. ഈ ഇരടികളോട് ചേർന്നുകൊണ്ട് നമ്മുടെ കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. നമ്മുടെ കരങ്ങളെല്ലാം ശക്തിയായി നമുക്ക് അടിക്കാം. ഈശോയുടെ ഈ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അത്യുന്നതനായ കർത്താവിന് ഈ കീർത്തനം പാടി നമുക്ക് സ്തുതിക്കാം. അവിടുന്ന് നമ്മിലേക്ക് നമ്മൾ സന്തോഷത്താൽ നിറയ്ക്കുന്നു. ദാവീദ് സ്തുതിച്ചതുപോലെ നൃത്തമാടി കരങ്ങളടിച്ച് അവിടുത്തെ നമുക്ക് സ്തുതിക്കാം.
സന്തോഷത്തോടെ കൈകൾ കൊട്ടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സന്തോഷത്തോടെ സ്തുതിക്കാം, കൈകൾ കൊട്ടി സ്തുതിക്കാം. ചേർന്ന് പാടാം. ദാവീദ് സ്തുതിച്ചപ്പോൾ സ്തുതിക്കാം, ആനന്ദ നൃത്തമാടി സ്തുതിക്കാം. പാടാം. സന്തോഷത്തോടെ സ്തുതിക്കാം, കൈകൾ കൊട്ടി സ്തുതിക്കാം. ദാവീദ് സ്തുതിച്ചപ്പോൾ സ്തുതിക്കാം, ആനന്ദ നൃത്തമാടി സ്തുതിക്കാം. രോഗം മാറട്ടെ, ക്ഷീണം മാറട്ടെ, സാത്താൻ തകർന്നിടട്ടെ. ചേർന്ന് പാടാം. രോഗം മാറട്ടെ, ക്ഷീണം മാറട്ടെ, സാത്താൻ തകർന്നിടട്ടെ. ശക്തിയോടെ കൈകളടിച്ച് സ്തുതിക്കുമ്പോൾ നമ്മുടെ രോഗം മാറുന്നു, ക്ഷീണം മാറുന്നു. വിശ്വാസത്തോടെ, ഈ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മിലെ എല്ലാ രോഗവും ക്ഷീണവും നീങ്ങിപ്പോകട്ടെ. സന്തോഷത്താൽ നമ്മൾ നിറയട്ടെ. ആനന്ദത്തോടെ ദൈവദൂതരോട് ചേർന്ന് ഈ സ്വർഗീയ നിമിഷത്തിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. സ്തുതിക്കുമ്പോൾ രോഗം മാറുന്നു, സ്തുതിക്കുമ്പോൾ ക്ഷീണം മാറുന്നു. പാടാം. സ്തുതിക്കുമ്പോൾ രോഗം മാറുന്നു, സ്തുതിക്കുമ്പോൾ ക്ഷീണം മാറുന്നു. വിശ്വാസത്തോടെ സ്തുതിക്കാം, അത്ഭുതം ഇപ്പോൾ തന്നെ. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ സ്തുതിക്കാം, അത്ഭുതം ഇപ്പോൾ തന്നെ. കരമുയർത്തി. രോഗം മാറട്ടെ, ക്ഷീണം മാറട്ടെ, സാത്താൻ തകർന്നിടട്ടെ. രോഗം മാറട്ടെ, രോഗം മാറട്ടെ, ക്ഷീണം മാറട്ടെ, സാത്താൻ തകർന്നിടട്ടെ. കരങ്ങൾ താഴ്ത്തി ഇരുവശത്തെ കരങ്ങൾ അടിച്ച്. പൗലോസും ശീലാസും തടവറയിൽ കിടന്ന് സ്തുതിച്ചപ്പോൾ ചങ്ങലകൾ പൊട്ടി വീണു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചങ്ങലകളും തടസ്സങ്ങളും ഇപ്പോൾ തകർന്നു വീഴട്ടെ. കർത്താവിന്റെ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷം സന്തോഷത്തോടെ ശക്തിയോടെ നമുക്ക് പാടി സ്തുതിക്കാം. പൗലോസും ശീലാസും തടവറയിൽ സ്തുതിച്ചപ്പോൾ ചങ്ങല അഴിഞ്ഞിടുന്നു. പൗലോസും ശീലാസും തടവറയിൽ സ്തുതിച്ചപ്പോൾ ചങ്ങല അഴിഞ്ഞിടുന്നു. തടവറവാതിൽ തുറന്നിടുന്നു, ബന്ധനമഴിഞ്ഞിടുന്നു. ചേർന്ന് പാടാം. തടവറവാതിൽ തുറന്നിടുന്നു, ബന്ധനമഴിഞ്ഞിടുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി. രോഗം മാറട്ടെ, ക്ഷീണം മാറട്ടെ, സാത്താൻ തകർന്നിടട്ടെ. വിശ്വാസത്തോടെ. രോഗം മാറട്ടെ, ക്ഷീണം മാറട്ടെ, സാത്താൻ തകർന്നിടട്ടെ. സന്തോഷത്തോടെ സ്തുതിക്കാം, സന്തോഷത്തോടെ സ്തുതിക്കാം. കൈകൾ കൊട്ടി, കൈകൾ കൊട്ടി സ്തുതിക്കാം. ദാവീദ് സ്തുതിച്ചപ്പോൾ സ്തുതിക്കാം, ആനന്ദ നൃത്തമാടി സ്തുതിക്കാം. കരമുയർത്തി. രോഗം മാറട്ടെ, ക്ഷീണം മാറട്ടെ, സാത്താൻ തകർന്നിടട്ടെ. തീക്ഷ്ണതയോടെ. രോഗം മാറട്ടെ, ക്ഷീണം മാറട്ടെ, സാത്താൻ തകർന്നിടട്ടെ. രോഗം മാറട്ടെ, രോഗം മാറട്ടെ, ക്ഷീണം മാറട്ടെ, സാത്താൻ തകർന്നിടട്ടെ. കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിക്കാം വിശ്വാസത്തോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. ക്ഷീണവും രോഗവും എല്ലാം വിട്ടുപോകട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, നമുക്ക് സ്തുതിക്കാം, ഉച്ചസ്വരത്തിൽ സ്തുതിക്കാം. സ്വർഗ്ഗത്തോളം നമ്മുടെ സ്തുതികൾ എത്തട്ടെ. നമ്മുടെ ഭാവനകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. ശാന്തമായി
ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്കിരിക്കാം. തിരുവചനങ്ങളിൽ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സർവ കഴിവുകളും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിലും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ കർത്താവിനെ സ്തുതിക്കുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും മതി വരികയില്ല. നമ്മുടെ എല്ലാ കഴിവുകളും അവിടുന്ന് തന്നിരിക്കുന്നത് അവിടുത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ്. സങ്കീർത്തകൻ പറയുന്നു, എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ കർത്താവിനെ സ്തുതിക്കും, എൻ്റെ ജീവിതകാലം അത്രയും ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവനും കർത്താവിനെ സ്തുതിച്ചാലും അവിടുന്ന് നമ്മിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ തീരുകയില്ല, അതിന് മതിയാവുകയില്ല. ഈ നിമിഷങ്ങളിൽ ആ കർത്താവിനെ നാം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മിലേക്ക് കൃപകൾ ചൊരിയുകയാണ്. തിരുവചനത്തിൽ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്തുതിക്കണമെന്ന്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ അവിടുത്തെ ആരാധിക്കണമെന്ന്. ആരാധനയുടെ ഈ നിമിഷത്തിൽ നമുക്ക് നമ്മുടെ പൂർണ്ണ കഴിവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, തീച്ചുളയിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ 3 യുവാക്കൾ കീർത്തനം പാടി കർത്താവിനെ സ്തുതിക്കുന്നത്. അഗ്നിയുടെ മധ്യത്തിൽ അകപ്പെട്ട അവർ ആ അഗ്നിയിലേക്ക് നോക്കി തളരുന്നില്ല. അവർ എല്ലാം ചെയ്യാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലേക്ക് നോക്കി അവിടുത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ദൈവദൂതന്മാർ അവരോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നിമിഷം നമ്മളും കർത്താവിനെ സ്തുതിക്കുമ്പോൾ സ്വർഗം മുഴുവൻ നമ്മോടൊപ്പം ഇറങ്ങി വരികയാണ്. സ്വർഗവും ഭൂമിയും ഒന്നു ചേരുന്ന നിമിഷമാണ് ദൈവത്തെ സ്തുതിക്കുന്ന നിമിഷം. നമ്മുടെ ജീവിതത്തിലെ അഗ്നിതുല്യമായ സാഹചര്യങ്ങളെ ഈ നിമിഷം നമുക്ക് ഓർക്കാം. അവയിലേക്കെല്ലാം കർത്താവിൻ്റെ കൃപ നിറയുവാൻ വേണ്ടി ജലഗണങ്ങൾ നിറഞ്ഞ പ്രദേശം പോലെ അഗ്നിയിലകപ്പെട്ട 3 യുവാക്കളെ സംരക്ഷിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്കും സംരക്ഷണമായി ഈ നിമിഷം കടന്നു വരികയാണ്. അഗ്നിയുടെ മധ്യത്തിലും നമ്മെ സംരക്ഷിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ കർത്താവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താം. നമ്മൾ എത്രമാത്രം നിരാശയിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും അവിടുത്തെ സ്തുതിച്ച് നാം വാഴ്ത്തുമ്പോൾ അവയെല്ലാം അകന്നു പോകുന്നു. നമ്മുടെ മനസ്സുകളെ കർത്താവിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ അഗ്നിയിൽ അകപ്പെട്ട യുവാക്കൾ ധൈര്യപൂർവ്വം കർത്താവിനെ സ്തുതിച്ചതുപോലെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തോടെ നമ്മുടെ കരങ്ങൾ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. അവിടുന്ന് നാം ആഗ്രഹിക്കുന്നതിലും നാം വിചാരിക്കുന്നതിലേക്കാൾ കൂടുതൽ അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തനാണ്. ആ കർത്താവിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഉയർത്തി നമുക്ക് ഒരിക്കൽ കൂടി അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ ആരാധന ആരാധന ആരാധന. ഈശോയെ നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഈ നിമിഷങ്ങളിൽ ഈശോയെ ഞങ്ങളിലേക്ക് നീ ചൊരിയണമേ. എല്ലാ ദുഃഖങ്ങളും നിരാശകളും ഈശോയെ ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ. സഹനത്തിലും അങ്ങേ സ്തുതിച്ച ദൈവഭക്തരോട് ചേർന്ന് ഞങ്ങളും അങ്ങേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ആരാധിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയെ കരങ്ങളടിച്ച് സ്തുതിക്കാം. പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ ആരാധിക്കും. എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. സന്തോഷത്തോടെ ഈശോയെ നമുക്ക് ആരാധിക്കാം. പൂർണ്ണ ഹൃദയമോടെ സർവശക്തിയോടെ
ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ചേർന്ന് പാടാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. സ്വരമേർത്തി പാടാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ദാനിയേല് സിംഹക്കുഴിയിൽ അകപ്പെട്ടപ്പോൾ കർത്താവിനെ സ്തുതിച്ചു. അവിടുന്ന് സിംഹങ്ങളുടെ വാ മൂടിക്കെട്ടി. ദാവീദ് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ സ്വയം മറന്ന് നൃത്തമാടി അവിടുത്തെ സ്തുതിച്ചു. ആ സന്തോഷത്തോടെ ദാവീദിനെ പോലെ നമുക്കും കർത്താവിനെ സ്തുതിക്കാം. ഒരു രാജാവായിരുന്നിട്ടും കർത്താവിന്റെ മുൻപിൽ എത്ര എളിമയോടെയാണ് ദാവീദ് കീർത്തനം പാടിയത്. നമ്മൾ എത്രയോ എളിമയോടെ അവിടുത്തെ സന്നിധിയിൽ ആനന്ദ നൃത്തമാടണം. അവിടുത്തെ ആരാധിക്കുവാൻ, സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവാൻ ആനന്ദ നൃത്തമാടി സന്തോഷത്തോടെ നമുക്ക് അവിടുത്തെ പാടി സ്തുതിക്കാം. ദാനിയേലെ പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ടിന്നാരാധിക്കും എൻ്റെ ദൈവത്തെ. പാടാം. ദാനിയേലെ പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ടിന്നാരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. കരങ്ങൾ ഉയർത്തിയടിച്ച്. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. പീഡനങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ സ്തുതിച്ചവരാണ് അപ്പസ്തോലന്മാര്. ആ സ്ലിഹന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിലെല്ലാം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ വിശുദ്ധീകരിക്കുവാനായി അവിടുന്ന് നൽകുന്ന സഹനങ്ങളിൽ നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ലോകത്തിന്റെ മുൻപിൽ നമ്മൾ ഏകരാണെങ്കിലും നിന്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും നമുക്കും അവിടുത്തെ സ്തുതിക്കാം. ആ കൃപ, ആ രക്ഷയുടെ മഹത്വം നമുക്ക് സ്വന്തമാക്കാൻ ഈശോ നമ്മെ ക്ഷണിച്ചിരിക്കുകയാണ്. ആരെതിർത്താലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം ഒരിക്കലും വീണു പോവുകയില്ല. നമുക്ക് അവിടുന്ന് എപ്പോഴും ബലമാണ്. ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അവിടുത്തെ പാടി പാടി സ്തുതിക്കാം. ശക്തിയോടെ കരങ്ങളടിച്ച് കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. രോഗത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. പാടാം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. രോഗത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ, രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. കരമുയർത്തി. കഷ്ടങ്ങൾ നീങ്ങുവാൻ, രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ചേർന്ന് പാടാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ
ശക്തിയോടെ ശക്തിയോടെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എത്രമാത്രം കഷ്ടങ്ങൾ വന്നാലും അവിടുന്ന് നമ്മെ എപ്പോഴും താങ്ങും. ബലമുള്ളവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ശക്തിക്കെല്ലാം അതീതമായി നമ്മെ സംരക്ഷിക്കുന്നവൻ. അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യേശുവേ ആരാധന യേശുവേ മഹത്വം മഹത്വം ആരാധന 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 യേശുവേ യേശുവേ ആരാധന 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി 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 സ്തുതി. ആരാധന 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 യേശുവേ സ്തുതി 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 സ്തുതി. ശാന്തമായി നമുക്ക് ഈശോയുടെ സന്നിധിയിലിരിക്കാം. കർത്താവിനെ സ്തുതിച്ചു പാടുമ്പോൾ നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് നിറയുന്നു. ഈശോ തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. ഈ ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം എളുപ്പമായി. നമ്മെ നിരന്തരം നയിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി അവിടുത്തെ സ്തുതിച്ച് നമുക്ക് പാടിപ്പുകഴ്ത്താം. പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. സെഹിയോൻ സാലയിൽ ശ്ലീഹന്മാരും പരിശുദ്ധ അമ്മയും ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേലിറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഈ നിമിഷം നമ്മിലേക്കും ഇറങ്ങി വരികയാണ്. നമ്മിലെ തണുപ്പും ദുഃഖവും എല്ലാം എടുത്തു മാറ്റുവാൻ, ഈ ആത്മാവിനാ നിറയപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയ തലങ്ങളിലെ മുറിവുകളെല്ലാം ആത്മാവ് സൗഖ്യമാക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഈ ആത്മാവിനായി ദാഹിച്ച് നമുക്ക് സ്തുതിക്കാം. യേശുവേ ആരാധന. ഹാലാലാലാ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹാലാലാലാലാലാലാ. യേശുവേ ആരാധന 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 ആരാധന. ദൈവമേ നന്ദി. ഹല്ലേലൂയ ഹാലാലാലാലാലാലാലാലാ. യേശുവേ ആരാധന 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 ആരാധന. ആത്മാവിനാ നിറഞ്ഞപ്പോൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച സകലരോടും ചേർന്ന് നമ്മുടെ കരങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മുടെ കഴിവുകളെല്ലാം ഉപയോഗിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ റൂഹ മഹോന്നതനേ, പാരിൻ സഹായക വന്നിടണേ. അഗ്നിനാളങ്ങൾ എന്നിൽ പതിച്ചിടണേ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടണേ. അഗ്നിനാളങ്ങൾ എന്നിൽ പതിച്ചിടണേ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടണേ. കരങ്ങൾ അടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വലിയ അഭിഷേക ശക്തി നിറയുവാൻ ആഗ്രഹിക്കാം. ശക്തിയോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സന്തോഷത്തോടെ നമുക്ക് പാടി സ്തുതിക്കാം. അഭിഷേകത്തോടെ പരിശുദ്ധ റൂഹ മഹോന്നതനേ, പാരിൻ സഹായക വന്നിടണേ. പടം. പരിശുദ്ധ റൂഹ മഹോന്നതനേ, പാരിൻ സഹായക വന്നിടണേ. അഗ്നിനാളങ്ങൾ എന്നിൽ പതിച്ചിടണേ.
ആത്മശക്തിയാൽ എന്നെ നിറച്ചിടണേ. പാടാം. അഗ്നിനാളങ്ങൾ എന്നിൽ പതിച്ചിടണേ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടണേ. വീശുക കാറ്റേ വിശുദ്ധ കാറ്റേ, അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുവാൻ. വീശുക കാറ്റേ വിശുദ്ധ കാറ്റേ, ആത്മാവിൽ സ്നാനം നൽകിടുവാൻ. സിഹിയോൻ ശാലയായി മാറ്റിടണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഇരുവശങ്ങളേക്ക് കൈകളടിച്ച് ജീവൻ നേടാൻ ആഗ്രഹിച്ച്, ശക്തി നേടാൻ ആഗ്രഹിച്ച്, നമ്മുടെ ഹൃദയതലങ്ങളിലെല്ലാം മുറിവുകളും ഉണക്കപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്ക് പാടാം, പാടി പ്രാർത്ഥിക്കാം. ശോകമാരിയിൽ നനഞ്ഞ മനസ്സുകൾ അഗ്നിക്കാറ്റേറ്റു ജീവൻ നേടട്ടെ. ജീവിത വയലിൽ വളരും കളകളെ വചനമാ അരിവാൾ വയ്ക്കണേ. ഹൃദയ തലങ്ങളിൽ നീറും മുറിവുകൾ തിരുനീണമതിനാൽ കഴുകണമേ. ഹൃദയ തലങ്ങളിൽ നീറും മുറിവുകൾ തിരുനീണമതിനാൽ കഴുകണം. കരമേർത്തി. വീശുക കാറ്റേ വിശുദ്ധ കാറ്റേ, അഗ്നിയാൽ അഭിഷേകം ചെയ്തിടുവാൻ. വീശുക കാറ്റേ വിശുദ്ധ കാറ്റേ, ആത്മാവിൽ സ്നാനം നൽകിടുവാൻ. സിഹിയോൻ ശാലയായി മാറ്റിടണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ, സ്തുതിയുടെ നിമിഷത്തിലേക്ക് നമ്മിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കല്ല ശക്തിയോടെ സ്തുതിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. അഭിഷേകത്തോടെ നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. സന്തോഷത്തോടെ ദൈവം നൽകിയ കൃപകൾക്കെല്ലാം നന്ദി പറഞ്ഞ് ഈ നിമിഷങ്ങളിൽ നമ്മെ നയിച്ച അവിടുത്തേക്ക് നന്ദി പറയാം. യേശുവേ, ആരാധന 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 ആരാധന. മഹത്വത്തിന്റെ രാജാവേ, സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഭൂമിയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്.